ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു നീങ്ങുന്ന കപ്പലുകൾക്ക് ഇപ്പോൾ പ്രത്യേകമായ പെരുമാറ്റച്ചട്ടം ഇറാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇറാൻ നിശ്ചയിച്ച പ്രത്യേകമായ ഭാഗത്തുകൂടെ മാത്രമേ കപ്പലുകൾ നീങ്ങാൻ പാടുള്ളൂ എന്നതാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇറാനോട് ചേർന്ന ഭാഗത്തുകൂടെ മാത്രമേ കപ്പലുകൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇറാനോട് ചേർന്ന ഒരു വലിയ ദ്വീപാണ് കസം എന്നറിയപ്പെടുന്നത്. കസമിനോട് ചേർന്ന് ലാർക്ക് ദ്വീപുണ്ട്. ലാർക്ക് ദ്വീപിന്റെയും ഇറാന്റെയും ഇടയിലൂടെയാണ് ഈ ഭാഗത്തേക്ക്, അതായത് പേർഷ്യൻ കടലിലേക്ക് കടക്കുന്ന കപ്പലുകൾ നീങ്ങേണ്ടത്. അതേസമയത്ത് തിരിച്ചു വരുന്ന കപ്പലുകൾ ലാർക്ക് ദ്വീപിനോട് ചേർന്ന് യാത്ര ചെയ്യേണ്ടതാണ്. അതേസമയത്ത് ഒമാനിന്റെ ഭാഗത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നത് അപകടകരമായിരിക്കും. അത് കപ്പലുകൾ ആക്രമിക്കാൻ കാരണമാകുമെന്നും കൂടെ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞതിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം പേ ചെയ്തതിന് ശേഷം മാത്രമേ കപ്പലുകൾ വിടുകയുള്ളൂ എന്നാണ്. ഇവിടെയാണ് പേ ചെയ്യാൻ ഇറാൻ വെച്ചിട്ടുള്ള സംവിധാനം എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടെ ഇനി ഒരിക്കലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങളെ കൂടെ ഭയപ്പെടാതെ സുഖമായി അവിടെ ടോൾ പിരിക്കാൻ ഇറാൻ സാധിക്കുന്നു എന്നത് ഇറാൻ വലിയൊരു നേട്ടമായി ഇതിനെ കാണുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ മാപ്പിലേക്ക് ശ്രദ്ധിക്കുക. ഇതാണ് കസം എന്നറിയപ്പെടുന്ന വലിയൊരു ദ്വീപാണത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ദ്വീപാണ് ലാർക്ക് ദ്വീപാണ് ഇവിടെ കാണുന്നത്. എന്നാൽ പേർഷ്യൻ കടലിലേക്ക് കടന്നു നീങ്ങുന്ന കപ്പലുകൾ ഈ വഴിയാണ് ഗൾഫിലേക്കെല്ലാം നീങ്ങേണ്ടത്. അതേ സമയത്ത് ഗൾഫ് കടലിൽ നിന്ന് പേർഷ്യൻ കടലിൽ നിന്ന് തിരിച്ചു പോകുന്ന കപ്പലുകൾ ഈ വഴിയായിരിക്കണം, ലാർക്ക് ദ്വീപിനോട് ചേർന്ന ഈ വഴിയായിരിക്കണം യാത്ര ചെയ്യേണ്ടത്, കപ്പലുകൾ നീങ്ങേണ്ടത്. അതേ സമയത്ത് ഈ ഭാഗങ്ങളെല്ലാം അപകടമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഒമാനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുകൂടെ യാത്ര ചെയ്യുന്ന ഏത് കപ്പലുകളും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഡേഞ്ചർ ആണ് എന്നാണ് ഇപ്പോൾ ഇറാൻ കപ്പലുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു ടോൾ പിരിവ് പരസ്യമായി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഒരുപക്ഷെ ഇവിടെ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി 2 ആഴ്ചക്കാലം സേഫായി ടോൾ പിരിക്കാൻ ഇറാൻ സാധിക്കുന്നു എന്നത് വലിയൊരു എമൗണ്ട് അവിടെ വെച്ച് ഉണ്ടാക്കാൻ, ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങളെല്ലാം നികത്താൻ ഇറാൻ ഇതിലൂടെ സാധിക്കുമെന്നതാണ് ഇറാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇത് ട്രംപിന് എത്രമാത്രം സഹിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇത് കണ്ടാൽ തന്നെ ട്രംപ് ബോധരഹിതനായി വീഴാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം നമ്മൾ കാണുകയാണ്. എന്തായിരുന്നാലും വലിയ രീതിയിൽ ഇറാൻ ഇവിടെ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഇതിലൂടെ ഇറാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്, യഥാർത്ഥമായിട്ടുള്ള ഇറാന്റെ ആണവ ബോംബ് ഇറാൻ പരീക്ഷിച്ചു കഴിഞ്ഞുവെന്ന്. അതായത് ഹോർമുസ് കടലിലേക്കാണ് ഇറാന്റെ ഏറ്റവും വലിയ ആണവായുധം. ഈ ആണവായുധത്തിൽ എങ്ങനെ ലോകത്തെ അല്ലെങ്കിൽ അമേരിക്കയെ പാഠം പഠിപ്പിക്കാമെന്ന് ഇറാൻ നന്നായി പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്ന ഇറാൻ ഒരിക്കലും അമേരിക്കക്ക് ബലമായി അത് തുറക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു.